ഒരു കുടുംബത്തിൽ സ്ത്രീയുടെ അല്ലെങ്കിൽ അമ്മയുടെ പങ്ക് അവർണ്ണനീയമാണ്. കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി സ്വന്തം ജീവിതവും ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒഴിഞ്ഞു വെക്കുന്നവൾ പലപ്പോഴും തഴയപ്പെടുന്ന ഒരവസ്ഥയാണ് കാണപ്പെടുന്നത്. അത്തരത്തിലൊരു കവിതയാണ് കാതറിൻ ടിറൻസ് എഴുതിയ എനി വുമൺ എന്ന കവിത. കാതറിൻ ടിറൻസ് പ്രശസ്തയായ ഐറിഷ് എഴുത്തുകാരിയാണ്, ഐറിഷ് നോവലിസ്റ്റാണ്, അതോടൊപ്പം തന്നെ പോയിറ്റാണ്. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഐറിഷ് ലവ് സോങ്സ്, കുക്കു സോങ്സ്, മിറാക്കിൾ പ്ലേസ്, The Land of Mist and Mountains, The Golden Lily, The Wandering Years. Katharine Tynan's Any Woman is a poem that celebrates the self-effacing love of mothers. ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീയുടെ പങ്കാണ് ഈ കവിതയിൽ വിവരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങൾ ബലി കൊടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിച്ചുകൊണ്ടാണ് അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. ആൻഡ് the poem tells us about the cares, worries and burdens that mothers bear everywhere to hold their home in order. അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലി ഒരു ഓർഡറിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ സഹിക്കുന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. And the poem opens by introducing the central metaphor of the house. ഒരു വീടിന്റെ പശ്ചാത്തലമാണ്, ആ വീടിന്റെ പ്രത്യേകതയാണ് അദ്ദേഹം പറയുന്നത്. ആ വീടിന്റെ പ്രത്യേകതയിലൂടെ ഒരു സ്ത്രീയുടെ റോളാണ് പറയുന്നത് ഈ കവിതയിൽ. ആദ്യമായിട്ട് ഈ കവിത തുടങ്ങുന്ന സമയത്ത് പറയുന്നു, ദ മദർ സേസ് ദാറ്റ് ഷീ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്. ആ വീടിന്റെ നെടുംതൂണാണ്, പില്ലറാണ്, നെടുംതൂണാണ് താൻ എന്ന് പറയുന്നു. ആ പില്ലറിന്റെ പ്രത്യേകത, ആ പില്ലറാണ് ആ ചുവരുകളെയും അല്ലെങ്കിൽ ആ വീടിനെ അതാക്കി നിലനിർത്തുന്നത് ആ പില്ലറാണ്. സോ ഷീ സീസ് ദാറ്റ് ഷീ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്. നെക്സ്റ്റ് വൺ ഷീ again says that she is the keystone of the arch without which the roof and wall would and the house will be ruined. ആ വീട് നശിച്ചു പോകും. ആ ഒരു കീസ്റ്റോൺ, ആർച്ചിന്റെ കീസ്റ്റോൺ ഇല്ലായെങ്കിൽ അത്തരത്തിലുള്ള ഒരു നാഴികക്കല്ലാണ് അവൾ. ആ നാഴികക്കല്ലില്ല എങ്കിൽ ആ വീടില്ലാത്ത അവസ്ഥയാണ്, ആ വീട് നശിച്ചു പോകുന്ന അവസ്ഥയാണ്. സോ ദ വുമൺ സേസ് ദാറ്റ് ഷീ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ് ആൻഡ് ദി കീസ്റ്റോൺ ഓഫ് ദി ആർച്ച്. പിന്നീട് അവർ പറയുന്നത് ഷീ ഈസ് ദ ഹീറ്റ് അപ്പോൺ ദ ഹെർത്ത്. എന്താണ്, നെരിപ്പോടിൽ എരിയുന്ന ചൂടാണ് അവര്. അതായത് ആ വീടിന് ചൂട് പകരുന്നത് അല്ലെങ്കിൽ പ്രകാശം പരത്തുന്നവരാണ്. ആ വീടിന്റെ വാംതാണ് അവര്. ദെൻ ദ ലൈറ്റ് ഓഫ് ലവ്, ആ വീടിന്റെ സ്നേഹപ്രകാശമാണ്. അതോടൊപ്പം തന്നെ ദ ട്വിസ്റ്റ് ദാറ്റ് ബൈൻഡ്സ് ദ ചിൽഡ്രൻ ടുഗദർ, കുട്ടികളെ ഒരുമിപ്പിക്കുന്ന മക്കളെയും കുടുംബങ്ങളെയും അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ അവരെയൊക്കെ ഒന്നിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരടാണ്, ഒരു ചരടിനെ പോലെയാണ്. അതായത് മാലയിൽ എങ്ങനെയാണ് മുത്തുകൾ കോർത്തെടുക്കുന്നത് അതേപോലെ എല്ലാ മെമ്പേഴ്സിനെയും, എല്ലാ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും, കുഞ്ഞുകുട്ടി എല്ലാവരെയും, കുട്ടികളെയും വലിയവരെയും മുതിർന്നവരെയും എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ചരടാണ് അവര്. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. I am the pillars of the house and the keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. In the first stanza, the poem says that she is the pillar of the house and the keystone of the arch. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇവിടെ അമ്മയാണ്. The mother is the narrator and the narrator says that she is the pillar of the house and the keystone of the arch. ആ വീടിന്റെ നെടുംതൂണാണ്, അതേപോലെ നാഴികക്കല്ലാണ്. And take me away. If you take me away, എന്ത് സംഭവിക്കും? The roof and the wall would fall to ruin me utterly. നിങ്ങൾ എന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് എങ്കിൽ, ഈ നെടുംതൂണായിട്ടുള്ള അല്ലെങ്കിൽ കീസ്റ്റോൺ ആയിട്ടുള്ള എന്നെ അവിടെ നിന്ന് മാറ്റുകയാണ് എങ്കിൽ the roof and wall would ruin the house utterly. ആ വീടിന്റെ മതിലും ചുമരും ഒക്കെ ഇടിഞ്ഞു വീണ് ആ വീട് നാമാവശേഷമായി മാറും. Then next stanza, I am the fire upon the hearth, I am the light of the good sun, I am the heat that warms the earth, which elsewhere cooler than a stone. അടുത്ത സ്റ്റാൻസയിൽ അവർ പറയുന്നു,
ഷീ ഈസ് ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്. പണ്ടുകാലത്ത് അന്തരീക്ഷത്തിലെ ആ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഹെർത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫയർ പ്ലേസ് ഉണ്ടായിരുന്നു. ആ ഫയർ പ്ലേസിലെ അല്ലെങ്കിൽ ആ ഒരു ഹെർത്തിലെ ഹീറ്റാണ് താൻ. അതോടൊപ്പം തന്നെ ഷീ ഈസ് ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സൂര്യന്റെ പ്രകാശമാണ്, സൂര്യപ്രകാശമാണ്, ജീവൻ പകരുന്ന സൂര്യപ്രകാശമാണ്. ദെൻ ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംത് ദ എർത്ത്. ഈ ഭൂമിയെ ചൂടാക്കുന്ന അല്ലെങ്കിൽ ഭൂമിക്ക് ആ ഒരു വാംത്ത് നൽകുന്ന, ആ ഒരു നല്ല അന്തരീക്ഷം നൽകുന്ന ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രസന്റ് അറ്റ്മോസ്ഫിയർ, നല്ല മനോഹരമായ അന്തരീക്ഷം നൽകുന്ന സൂര്യപ്രകാശമാണ് ഞാൻ. അതേപോലെ തന്നെ വിച്ച് എൽസ് വെയർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഞാനില്ല എങ്കിൽ ഈ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് കല്ല് പോലെ തണുത്തുറഞ്ഞതാകും. അതുപോലെയാണ് ഞാനില്ല എങ്കിൽ ഒരു കുടുംബം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അട്ടർ ഫെയിലിയർ, ഒരു പരാജയമായി മാറും. നെക്സ്റ്റ് സ്റ്റാൻസ. At me the children warmed their hands, I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. At me the children warmed their hands. നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു തണുത്ത കാലാവസ്ഥയിൽ വിന്റർ സീസണിലൊക്കെ എല്ലാ വീട്ടിലും പണ്ടൊക്കെ കരിയില കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു. അവിടെ ഇരുന്ന് എല്ലാവരും തീ കായുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ അതൊക്കെ പോയി, ഇപ്പോൾ ഫുള്ള് ചൂടാണ്. തണുപ്പ് എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം ചൂട് തന്നെയാണ് നിലനിൽക്കുന്നത്, അമിതമായ ചൂടാണ് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. At me the children warmed their hands. കുട്ടികൾ തങ്ങളുടെ കൈകൾ ചൂടാക്കുന്നത് എന്നിലൂടെയാണ്. അതായത് ഈ ഹേർത്തിലെ ഹീറ്റാണെന്ന് പറഞ്ഞു, അതായത് നെരിപ്പോടിലെ ചൂടാണ് ഞാൻ. ആ ചൂടാകുന്ന എന്നിലൂടെയാണ് കുട്ടികൾ കൈകൾ ചൂടാക്കുന്നത്. അതായത് തണുത്ത കാലാവസ്ഥയിൽ കുട്ടികൾ തങ്ങളുടെ ശരീരം ചൂടാക്കുന്നത് എന്നിലൂടെയാണ്. ദെൻ ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ഞാൻ അവരുടെ സ്നേഹപ്രകാശമാണ്. അതായത് ഞാനില്ല എങ്കിൽ കുട്ടികൾക്ക് പ്രകാശമില്ലാത്ത അവസ്ഥ, അതായത് സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ല എങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അതേ പ്രയാസങ്ങളാണ് ഒരമ്മ ഇല്ല എങ്കിൽ. Nor could the precious children thrive. ഞാനില്ല എങ്കിൽ ഈ ഹെർത്ത് സ്റ്റോണിന്റെ കല്ലുകൾ പോലെയാണ്, അതിന്റെ ചൂടില്ലാത്ത അവസ്ഥ അതേപോലെയാണ് ഞാനില്ല എങ്കിൽ. അതേപോലെ ദ ചിൽഡ്രൻ ഫീൽ വെരി കോൾഡ്. കുട്ടികൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. ദാറ്റ് മീൻസ് ആ കുട്ടികൾക്ക് ജീവനില്ലാത്ത ഒരവസ്ഥ വരുന്നു ഞാനില്ല എങ്കിൽ. ഞാനാണ് അവരുടെ ആ ഒരു തുടിപ്പ് അല്ലെങ്കിൽ ആ ഒരു ജീവശ്വാസമാണ് ഞാൻ. ഞാനില്ല എങ്കിൽ കുട്ടികൾക്ക് ആ ഒരു പ്രസന്നത ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കോൾഡ് അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്ന അവസ്ഥയായി മാറും. അടുത്ത സ്റ്റാൻസ. I am the twist that holds together the children in its sacred dream. They are not of love, from whose close weather no lost child goes a wandering. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് I am the twist that holds together the children in its sacred dream. ഇവിടെ ഒരു മാലയില് മുത്തുകൾ എങ്ങനെയാണോ കോർത്തിരിക്കുന്നത്, ആ ചരട് മുത്തുകൾ എല്ലാത്തെയും കോർക്കുന്നത് പോലെ എല്ലാ കുട്ടികളെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്നതാണ് ഞാൻ. എല്ലാ കുട്ടികളെയും, അതായത് മൂത്ത കുട്ടി ഇളയ കുട്ടി എന്ന ഒരു വ്യത്യാസമില്ലാതെ എല്ലാ മക്കളെയും ഒരുമിപ്പിക്കാൻ എനിക്ക് കഴിയും. അതേപോലെ തന്നെ ദേ ആർ നോട്ട് ഓഫ് ലവ്, അവരുടെ സ്നേഹപ്രകാശമാണ് ഞാൻ. ഫ്രം ഹൂസ് ക്ലോസ് ലെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വണ്ടറിങ്. ആ ഒരു അമ്മയുടെ തണലില്ല എങ്കിൽ അലഞ്ഞു നടക്കുന്ന ഒരു കുട്ടിയായി മാറുന്നു ആ കുടുംബത്തിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവർ അലഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ അനാഥരെ പോലെയാകുന്നു ഒരമ്മയില്ല എങ്കിൽ. Then in the next stanza the mother says, and the house from floor to roof, I deck the walls, the board I spread, I spin the curtains warp and wool, and shake the down to be their bed. ഇനി അടുത്തതായിട്ട് അമ്മ പറയുന്നത് she is the house from floor to roof. അതായത് ഒരു വീടിന്റെ മുകളിൽ മുതൽ താഴെ വരെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ. That means the presence of a mother is everywhere in the house.
ആ അമ്മയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ ആ അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആ വീട് മുഴുവൻ നിലനിൽക്കുന്നു. Then I deck the walls, the board I spread. Deck means decorate ചെയ്യുക. അതായത് ആ വോൾസ്, ഭിത്തികളെ അല്ലെങ്കിൽ ചുമരുകളെയൊക്കെ പ്രകാശിപ്പിക്കുന്നത് ഞാനാണ്, ആകർഷകമാക്കുന്നത് ഞാനാണ്. ആൻഡ് ഐ സ്പിൻ ദ കർട്ടൻസ് വോപ്പ് ആൻഡ് വൂൾ. ആ കേർട്ടനെ പോലും അല്ലെങ്കിൽ ആ ഒരു വീടിനെ മൊത്തത്തിൽ ഒരു ഊഷ്മളമായ രീതിയിൽ നിലനിർത്തുന്നത് ഞാനാണ്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. ദറ്റ് മീൻസ് ആ വീടിനെ നിലനിൽപ്പ് ഞാൻ തന്നെയാണ്. ഞാനില്ല എങ്കിൽ, അതായത് ആ വീടിന്റെ എല്ലാ മുക്കിനും മൂലയിലും എൻ്റെ പ്രസൻസ് ഉണ്ട്. ഞാനില്ല എങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. Then next stanza, I am their wall against all dangers, their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. In the last stanza, the mother is making a prayer. അവസാനത്തെ stanzയിൽ ഒരു പ്രാർത്ഥന രീതിയിലാണ് അവർ പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ്, ദൈവത്തോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. അവർ പറയുന്നു, ആൻഡ് ദ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്, എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു മതിലാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ചുമരാണ് ഞാൻ. അതായത് കുടുംബത്തിലേക്ക് എല്ലാ വരുന്ന അപകടങ്ങളൊക്കെയും തടഞ്ഞു നിർത്തുന്നത് ഞാനാണ്. ആൻഡ് ദെയർ ഡോർ അഗെയിൻസ്റ്റ് ഓൾ സ്നോ ആൻഡ് വിൻഡ്. സ്നോ ആൻഡ് വിൻഡ് അല്ലെങ്കിൽ വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് ഓൾ ദ പ്രോബ്ലംസ് ദാറ്റ് കം ടു ദ ഫാമിലി. ആ വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ തടഞ്ഞു നിർത്തുന്ന വാതിലാണ് ഞാൻ. ആൻഡ് ദൗ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ. ഞാനെന്ന് പറയുന്നത് ഇവിടെ മാഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിത്തൊഴുത്താണ്, യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത സ്ഥലം. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് യേശുക്രിസ്തുവിന് കാലിത്തൊഴുത്തിൽ ജന്മം നൽകിയതുപോലെ എൻ്റെ മക്കളെയും ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ച് പ്രസവിച്ചു. ആൻഡ് സോ ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അതുകൊണ്ട് അത്രയധികം കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ വളർത്തിയത് കൊണ്ട് ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, എൻ്റെ മക്കൾ വളരുന്നത് വരെ എൻ്റെ ജീവൻ എടുക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്. ഈ കവിതയിലൂടെ ഒരു അമ്മയുടെ റോളാണ് നമുക്ക് മനസ്സിലാകുന്നത്. തൻ്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ ജീവിക്കുന്ന അമ്മ അവസാനം ചോദിക്കുന്നത്, എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ പലപ്പോഴും അവൾ തിരിച്ചു കേൾക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്, പിന്നെ എന്തുകൊണ്ട് നിനക്കത് സാധിച്ചില്ല എന്ന്. തൻ്റെ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് അവൾ ജീവിച്ചതെങ്കിലും അവസാനം കേൾക്കുന്ന പഴി എന്ന് പറയുന്നത്, എന്തുകൊണ്ട് പിന്നെ നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൂടായിരുന്നു, നിനക്ക് എന്താ സൗകര്യങ്ങൾ കുറവായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ജോലി നോക്കിക്കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കാം. പക്ഷെ എന്നിരുന്നാലും ആ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനാണ് ഈ കവിത. ഈ കവിതയിലെ പ്രധാനപ്പെട്ട ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, മെൻഷൻ ദ എക്സ്പ്രഷൻ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. ഹിയർ pillars are the main supports of the house, and it is not possible to have a house without pillars. It protects the house from crumbling down. Crumbling down means destruction or destroy. Next one, how does the poet portray the bond between the mother and her children? According to the poet, children get their love from their mothers, and she is the light and the thread that binds the members of the family together. The bond between mother and her children can be compared to a stem and its branches. Next one, comment on the expression from floor to roof and give another such expression. Answer, from floor to roof means from the top to the bottom or from the start to the finish. Everything in the house is connected with the woman, that is the mother in the family. Another expression or similar such expression is from top to the bottom or head to foot or from the beginning to the end. Next question, what is the symbolic significance of wind and snow? Wind and snow symbolize the troubles and tribulations that come to the family.
These troubles may be diseases, financial problems, emotional issues, etc. And the mother always tried to prevent all these issues from entering the family and bothering the members of the family. Next one, explain the concluding line of the poem. The concluding line is a prayer that the woman makes to Jesus Christ. Jesus is the person whom Mary laid in the manger, and the woman is praying to Jesus not to take away her life until her children have grown. She knows fully that her children will not live in this harsh world without her. Okay, yes, this is the end of the poem. Hope you enjoyed it. Thank you very much.